വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ട് പോയ ഒരു കാര്യം തന്നെയാണ് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത്. കുറച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ വീഡിയോ. എപ്പോഴും എല്ലാവർക്കും സംശയമുള്ള ഒരു സാധനമാണ് ഒരു വാട്ട് മീറ്ററിൻ്റെ LPF എന്നാൽ എന്ത്, UPF എന്നാൽ എന്ത്, അത് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, അതുപോലെ അതിൻ്റെ റീഡിങ്ങിൻ്റെ കോളംസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അതിൻ്റെ ഓരോ പവറും അതിൽ നിന്ന് സ്കെയിൽ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഇനി അതുപോലെ തന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്തു പോകുന്നത്, വാട്ട് മീറ്റർ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്നിവിടെ കാണുന്നത്, ഈ കാണുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വാട്ട് മീറ്ററിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് താഴത്തെ റീഡിംഗ് അല്ല, മുകളിലത്തെ റീഡിംഗ് ആണ് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ആദ്യം ആ നീഡിൽ വന്ന് നിൽക്കുന്ന 0-യിലാണ്. 0-യിൽ നിന്നും പിന്നെ അടുത്ത ഒരു നമ്പറിംഗ് എന്ന് പറയുന്നത് 10 ആണ്. അതിനിടയ്ക്ക് 10 വരകളാണ് ഉള്ളത്. ആ 10 വരകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരെണ്ണം 1 വാട്ടാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ 10, 20, 30, 40, 50, 60, 70, 75 അല്ലാതെ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന 150 അഥവാ 150 നമ്മൾ പരിഗണിക്കേണ്ടതില്ല. നമ്മുടെ ഇതിൻ്റെ ഫുൾ റീഡിംഗ് എന്ന് പറയുന്നത് 75 വാട്ട്സ് ആണ്. ഇത് നമുക്ക് വേറൊരു വാട്ട് മീറ്റർ ആണ്. ഇവിടെ നമുക്ക് നോക്കാം, 0 കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് 200 ആണ്. അതിനു മുമ്പായിട്ട് ആദ്യത്തെ 5ാമത്തെ വരയിൽ ഒരു അല്പം വലിയ വരയായിട്ട് കാണാം. അത് കഴിഞ്ഞ് വീണ്ടും 5 വരകൾ എത്തുമ്പോൾ, അതായത് 0-യിൽ നിന്നും 10ാമത്തെ വരയിൽ എത്തുമ്പോൾ വീണ്ടും വലിയൊരു വര കാണാം. അത് കഴിഞ്ഞ് 15-ൽ കുറച്ചുകൂടെ ചെറുതൊരെണ്ണം, 200 ഏറ്റവും വലുത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 0-യിൽ നിന്ന് തുടങ്ങി ആദ്യമായി നമ്മൾ കാണുന്ന 5ാമത്തെ വര എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ഒരെണ്ണം 10 വാട്ടാണ്. 50 കഴിഞ്ഞാൽ പിന്നെ 60, 70, 80, 90, 100. 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റുന്നു 110, 120, 130, 140, 150, അങ്ങനെ 200 വാട്ട് വരെ, 200 വാട്ട്സ് വരെ അവിടെ എത്തിച്ചത്. പിന്നെ അങ്ങോട്ട് നമ്മൾ കാണുന്ന ലീനിയർ ആയിട്ടുള്ളൊരു മൂവ്മെന്റ്. അതുവരെ വളരെ ക്രൗഡായിരുന്നു, നോൺ ലീനിയർ ആയിരുന്നു. ലീനിയർ ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന്റെ ഫീലിംഗ് എല്ലാവരും നോക്കിയിട്ട് പറയും 1200 എന്ന് പറയും. അതല്ല, 200 കഴിഞ്ഞ് വീണ്ടും 5 ലൈൻസ് ഉണ്ട്. ഈ മീറ്ററിന്റെ അവസാനത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 1250, 1250 ആണ്. ഓക്കെ, ഈ ഇമേജിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു ബ്ലൂ റൗണ്ടും അതോടൊപ്പം ഒരു റെഡ് ആരോ ഇട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ബ്ലൂ റൗണ്ട് റെഡ് ആരോ ഇട്ടിരിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് cos 5 0.2, അല്ലാതെ 0-2 അല്ല, 0.2. ഇവിടെ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 അല്ല, 1-ൽ താഴെയാണ്, 0.2 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ ഫാക്ടർ 1-ൽ താഴെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ അറിയാം ഇതൊരു ലോ പവർ ആണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് വാട്ട് മീറ്റർ ആയിരിക്കും എന്ന് ഊഹിക്കാമല്ലോ അല്ലേ? അതെ, ഇതാണ് LPF, ലോ പവർ ഫാക്ടർ വാട്ട് മീറ്റർ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അവസാനത്തെ കുറച്ച് ഐറ്റം ഒരു 60 മുതൽ 75 വരെ മാത്രമേ എന്തുള്ളൂ, ഒരല്പമെങ്കിലും ക്രൗഡ് ആവുന്നുള്ളൂ, നോൺ ലീനിയർ ആവുന്നുള്ളൂ. തുടക്കമെല്ലാം ലീനിയറായി തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഈ ഇമേജ് ശ്രദ്ധിച്ചേ. ഞാനിവിടെ ബ്ലൂ മാർക്കിൽ റെഡ് ആരോ കൊടുത്തിരിക്കുന്നത് 2.5-5 ആംപിയർ എന്നുള്ളതാണ്. അതായത് ആ കാണിച്ചിരിക്കുന്നതിനർത്ഥം ഈ വാട്ട് മീറ്ററിന്റെ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.5 മുതൽ 5 ആംപിയർ വരെ എന്നാണ്. അതായത് ഈ മീറ്ററിനെ നമുക്ക് 2 ആംപിയർ മോഡിലും 5 ആംപിയർ മോഡിലും കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ചില മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 5/10 ആയിരിക്കും, മറ്റു ചില മീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ 10/20 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ ആംബിയർ അവിടെ ഉണ്ടാവും. അതാണ് ആ വാട്ട് മീറ്ററിന്റെ
ആംബിയർ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആംബിയറിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഇവിടെ രണ്ട് ബ്ലൂവിലാണ്. അതെ, ആ രണ്ട് ബ്ലൂവിൽ ഞാൻ റെഡ് ആരോസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, 1 is 600 ആൻഡ് അനദർ ഈസ് 300. അതായത് 300 വോൾട്ട് അല്ലെങ്കിൽ 600 വോൾട്ട്, അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ടെർമിനലുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വാട്ട് മീറ്ററിൻ്റെ വോൾട്ടേജ് കോയിലിലേക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടെയാണ്. നമുക്ക് എത്ര വോൾട്ടാണ് നമ്മളിവിടെ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് സപ്ലൈ എത്രയാണ്, ആ സോഴ്സിൻ്റെ വോൾട്ടേജ് സിംഗിൾ ഫേസ് ആണെങ്കിൽ നമ്മൾ അതിന് 300-ലും, ഇനി 3 ഫേസിലാണെങ്കിൽ അതായത് 450 എബോവ് ആണെങ്കിൽ നമ്മളവിടെ 600-ലും കണക്ട് ചെയ്യും. ഈ ചില വാട്ട് മീറ്ററുകളിൽ ഇത് 75, 150, 300 എന്നോ, ചില വാട്ട് മീറ്ററുകളിൽ 300 ആൻഡ് 150 ആൻഡ് 600 എന്നോ, മറ്റു ചിലതിൽ 250/500 എന്നോ ഒക്കെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഓരോ കമ്പനിയുടെയും വാട്ട് മീറ്ററിൻ്റെയും റേഞ്ചിന് അനുസരിച്ചായിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഈ രണ്ട് വാട്ട് മീറ്ററുകളും ഞാനിപ്പോൾ ഒരേപോലെ കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഇമേജിൽ ഞാൻ കാണിച്ചിരുന്നു ഈ ആംബിയർ കപ്പാസിറ്റിയുടെ കാര്യം. ഇപ്പോൾ നോർമലി നമ്മൾ കാണിച്ചത് 2.55 ആംബിയർ എന്നാണെങ്കിൽ, ഇപ്പോൾ ഇടതുവശത്ത് ഒരു സൈഡിലെ പിന്നുകൾ ഫ്രീ ആക്കി ഒരു സൈഡിലെ പിന്നുകൾ മാത്രം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ആരോ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു കോയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 2.5 ആംബിയർ ആണ്. അതേസമയം റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ സിംഗിൾ ആരോയിൽ ഞാനൊരു സ്ക്വയർ കാണിച്ചിട്ടുള്ളതിൽ 2 പിന്ന്, അതായത് 4 പിന്നുകളും അത് പാരലായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 2 കോയിലുകളും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇതിൽ ഇപ്പോൾ നമ്മുടെ മീറ്റർ 5 ആംബിയറിലാണ്, 2.5 അല്ല. അല്ലെങ്കിൽ 5/10 ആണെങ്കിൽ അതിപ്പോൾ 10 ആംബിയറിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഇമേജിൽ നമ്മൾ കണ്ടു, ഷോർട്ട് ചെയ്ത പിന്നുകൾ കഴിയാതെ എം എന്നും കോമൺ എന്നും എൽ എന്നും 3 പിന്നുകൾ കൂടി നമ്മൾ കാണാനുണ്ട് സെൻറ്റർ പോയിന്റിലായിട്ട്. അപ്പോൾ അത് എം എന്ന് പറഞ്ഞാൽ സപ്ലൈ ഇൻപുട്ട് കൊണ്ട് കൊടുക്കേണ്ടതും, കോമൺ എന്ന് പറയുന്നത് കറണ്ട് കോയിലിനെയും പ്രഷർ കോയിലിനെ തമ്മിൽ മീറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യിക്കുന്ന സാധനം. അതുകൊണ്ട് തന്നെ എമ്മും ആ കോമണും നമ്മളൊരു വയർ കൊണ്ട് ഷോർട്ട് ചെയ്യണം. ഇനി എൽ എന്ന് പറഞ്ഞാൽ കറണ്ട് കോയിലിന്റെ ഔട്ട്പുട്ടാണ്, നമ്മുടെ ലോഡ് സൈഡാണ്. അവിടെ നിന്നാണ് നമ്മൾ ലോഡിലേക്കുള്ള ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിലേക്ക് പോകാം. അതിനു മുമ്പ് ഇടയ്ക്ക് വിട്ടുപോയ ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ LPF വാട്ട് മീറ്ററിന്റെ കാര്യം പറഞ്ഞു. അതായത് അതിനകത്ത് ഞാനൊരു ബ്ലൂ റൗണ്ടിലിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ cos5.2 എന്നുള്ളത് കാണിച്ചിരുന്നു. ഇനി അത് കഴിഞ്ഞു വേറൊരു മീറ്ററിന്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ അങ്ങനെ ഒന്നും തന്നെ എഴുതിയിട്ടിട്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത് 1250 1250 വാട്ട്സിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ പവർ ഫാക്ടർ എന്നുള്ള ഏരിയയേ ഇല്ല, ബ്ലാങ്ക് ആയിരുന്നു. അതിനർത്ഥം ആ യൂണിറ്റിന്റെ അല്ലെങ്കിൽ ആ വാട്ട് മീറ്ററിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതായത് യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ വാട്ട് മീറ്റർ യൂണിറ്റി പവർ ഫാക്ടറാണ്. ഇവിടെ നമുക്ക് നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ MF = കണക്റ്റഡ് വോൾട്ടേജ് ഇൻറ്റു കണക്റ്റഡ് കറണ്ട് ഇൻറ്റു പവർ ഫാക്ടർ ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഞാനത് കാണിച്ചു തന്നു. കണക്റ്റഡ് വോൾട്ടേജ് 250, 500 അല്ല 300, 600 അങ്ങനെയുള്ളൊരു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഏതാണോ അതാണ് കണക്റ്റഡ് വോൾട്ടേജ്. ഇപ്പോൾ 300-ലാണ് നമ്മളത് കണക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ ഈ കണക്റ്റഡ് വോൾട്ടേജ് 300 എഴുതുക, 600 ആണെങ്കിൽ 600 എഴുതുക. ഓക്കെ, ഇനി കണക്റ്റഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആ ഡിസ്പ്ലേയിൽ കണ്ടു 2.55 അല്ലെങ്കിൽ 5/10 എന്ന് കണ്ടു. അതേസമയം തിരിച്ച് 2 പോർഷൻ കഴിഞ്ഞപ്പോൾ 2 ഇമേജുകളിലൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ സിംഗിൾ ലീഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ഡബിൾ ലീഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നതും കണ്ടു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എത്രയാണോ കണക്ട് ചെയ്തത്, സിംഗിൾ ലീഡാണ് കണക്ട് ചെയ്തെങ്കിൽ നമ്മുടെ ആ മീറ്ററിന്റെ ഡിസ്പ്ലേ കാണുന്ന ആംബിയറിന്റെ ലോവസ്റ്റ് ആംബിയറും, ഡബിൾ ലീഡാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ആംബിയറും ആയിരിക്കും. ഓക്കെ, ഇനി ഇൻറ്റു പവർ ഫാക്ടർ. നമ്മൾ ആ LPF വാട്ട് മീറ്ററിൽ കണ്ടു 0.2. അപ്പോൾ ഇവിടെ LPF ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സ്ഥലത്ത് 0.2 തന്നെ ഇടണം.
ഇനി UPF ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഒന്നും എഴുതാത്തൊരു മീറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 1 എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് അത് ആ കണക്റ്റഡ് വോൾട്ടേജ് കണക്റ്റഡ് കറണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. ഡിവൈഡഡ് ബൈ ഫുൾ സ്കെയിൽ റിഫ്ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരു വാട്ട് മീറ്ററിൽ 75 വാട്ട്സും അടുത്തതിൽ 1250 1250 വാട്ട്സുമാണ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് അതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു വാട്ട് മീറ്ററിന്റെ ഐഡിയ നിങ്ങൾക്ക് പിടികെട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.